ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മളിന്ന് പുതിയൊരു കറി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ്. ഡെങ്കിപ്പനിയായിട്ട് കിടന്നതുകൊണ്ട് എനിക്ക് ശരിക്കും നല്ല ക്ഷീണമുണ്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വായിക്കകത്ത് നല്ല കയ്പ്പുണ്ടായിരുന്നു, നല്ല ക്ഷീണവുമായിരുന്നു. അപ്പോൾ ഈ നാട്ടിൽ നല്ല തണുപ്പാണ്. ഈ തണുപ്പായത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ ഒന്നും തോന്നത്തില്ല, നല്ല മടി പിടിച്ച്. അപ്പോൾ തണുപ്പ് കാരണം എനിക്ക് അങ്ങനെ കിടുങ്ങൽ വന്നതായിട്ട് അങ്ങനെ തോന്നിയില്ല. തണുപ്പ് കൂടിയതായിരിക്കും എന്ന് വിചാരിച്ചു. എന്തായാലും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മറ്റ് കുഴപ്പമൊന്നുമില്ല. എന്നാലും നെഞ്ചിന് നല്ല വേദനയുണ്ട്. അപ്പം നമുക്ക് കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇഞ്ചിയും ചുവന്നുള്ളിയും ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. കാരണം എനിക്ക് വായിക്ക് ഒരു ടേസ്റ്റ് കഴിക്കണമെന്ന് തോന്നിയ ഒരു കറിയാണ്. ഇതിനകത്ത് പോരായ്മ എന്തുകൊണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്കത് നല്ല ടേസ്റ്റായിട്ട് തോന്നി. വേറെ ഒരു കറി എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അപ്പം ഞാനിത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഞ്ചി എണ്ണയിൽ മൂപ്പിച്ചിട്ട്, നമ്മൾ ഇഞ്ചിപ്പുളി വെക്കുന്ന പോലെ അല്ല ഇത് വെക്കുന്നത്, അതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഇഞ്ചി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കാവേ. ഇതിലേക്ക് ചുവന്നുള്ളി ഇടണം. ചുവന്നുള്ളി ഇട്ടിട്ട് ചുവന്നുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ചാണ് ഇടുന്നത്. ഇത് ഇത്രയും വറുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ, നാളികേരം, ശകലം മുളക് പൊടി, കുറച്ച് മുളക് പൊടി മതി, ആവശ്യത്തിന് മാത്രം മതി. പിന്നെ ഇത് അരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കിയെല്ലാം ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെക്കണം ആദ്യം തന്നെ. ഇത് നമ്മൾ നന്നായിട്ട് തേങ്ങയും കൂടി ചേർത്ത് വറുത്തിട്ട്, ഒരുപാട് തേങ്ങ വറക്കരുത്, അതിനൊരു പരുവത്തിന് മാത്രമേ തേങ്ങ വറക്കാവൂ. ഒരുപാട് തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ നെഞ്ചെരിച്ചിലുണ്ടാകും, അങ്ങനെ വറക്കണ്ട. ഇതൊരു നമ്മൾ ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു കറി പോലാണ്. ഒരു ദിവസത്തേക്കും കൂടി ഇരിക്കണമെങ്കിലും ഒട്ടും കേടാവത്തില്ല. നല്ല രീതിയിൽ നമ്മളിത് മൂപ്പിച്ചെടുത്ത് ചെയ്യുന്നത് കൊണ്ടും ഇത് ലാസ്റ്റ് തിളപ്പിച്ച് നന്നായിട്ട് എടുക്കുന്നതുകൊണ്ടും ഒരു ദിവസം കൂടി ഇരുന്നാലും ചീത്തയാവത്തില്ല. അപ്പോൾ ഇത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ, ലാസ്റ്റ് ഇതിന് കായപ്പൊടി ചേർക്കണം. ഇത് ലാസ്റ്റ് മാത്രമേ ചേർക്കാവേ. തേങ്ങ അരച്ച് പുളിവെള്ളം ആദ്യം കടുക് താളിച്ചതിന് ശേഷമാണ് നമ്മൾ പുളിവെള്ളം അങ്ങോട്ട് ഒഴിക്കും. പുളിവെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ അരയ്ക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് പതിഞ്ഞ് നല്ലതായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഉലുവാപ്പൊടിയും കൂടി ഇട്ടാണ് തേങ്ങ വറുത്ത് അരയ്ക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടമല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എനിക്കും കൂടെ പുതിയൊരു അറിവ് കിട്ടുമല്ലോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ജഗദീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ.